ഹായുടെ മക്കളെ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നടത്താനിരിക്കുന്ന ആനുവൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ മാറിയിട്ടുണ്ട്. നമുക്കറിയാം എക്സാംസിന്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം റീഅറേഞ്ച് ചെയ്തിട്ടാണ് പുതിയൊരു ടൈം ടേബിൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഡേറ്റ്സിലെ വ്യത്യാസം നോക്കാം കേട്ടോ. നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 24ാം തീയതി തന്നെയാണ്. നമ്മുടെ 8നും 9നും 24നും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ 25ാം തീയതി നടത്താൻ വെച്ചിരുന്ന എക്സാംസിലാണ് നമുക്ക് ആദ്യം മാറ്റം വരുന്നത്. ഇവിടെ നോക്കേണ്ടത് 8ാം ക്ലാസ്സിന് 25ാം തീയതി രാവിലെ ഹിന്ദി പരീക്ഷയാണ് പറഞ്ഞത്. എന്നാൽ ആ ഹിന്ദി പരീക്ഷ മാർച്ച് 11ലേക്ക് മാറ്റിയിട്ടുണ്ട്. മാർച്ച് 11ന് രാവിലെയാണ് പരീക്ഷ, 10 മണി മുതൽ 11:45 വരെ. അതേപോലെ തന്നെ 9ാം ക്ലാസ്സിന് രാവിലെ 25ാം തീയതി രാവിലെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന 1ാം ഭാഷ പേപ്പർ 2 പരീക്ഷയും എന്ത് ചെയ്തിട്ടുണ്ട്, മാർച്ച് 11ലേക്ക് മാറ്റിയിട്ടുണ്ട്. മോർണിംഗിൽ തന്നെയാണ് എക്സാം നടത്തുന്നത്. ഇനി 25ാം തീയതി 8ാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന എക്സാം ആണ് 1ാം ഭാഷ പേപ്പർ 2. അത് നമുക്ക് മാർച്ച് 25, ഒരു മാസം കഴിഞ്ഞിട്ടാണ്, ശ്രദ്ധിക്കണം, മാർച്ച് 25 മോർണിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജി പരീക്ഷയായിരുന്നു 25ാം തീയതി വൈകുന്നേരം ഫെബ്രുവരി പറഞ്ഞതെങ്കിൽ ആ ബയോളജി പരീക്ഷ എന്ത് ചെയ്തിട്ടുണ്ട്, മാർച്ച് 15ലേക്ക് മോർണിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 25ാം തീയതിയുള്ള രാവിലത്തെയും ഉച്ചക്കത്തെയും പരീക്ഷ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടും മാറ്റിയിട്ടുണ്ട്, 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും. ഇനി 27ാം തീയതി എടുക്കുകയാണെങ്കിൽ 27ാം തീയതി 8ാം ക്ലാസ്സിൽ നടത്താനിരുന്ന പരീക്ഷയാണ് കലാകായിക പ്രവൃത്തി പരിചയം അല്ലെ. അത് എന്ത് ചെയ്തിട്ടുണ്ട്, 27ാം തീയതി മാർച്ച് മോർണിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാർച്ച് 27ലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 8ാം ക്ലാസ്സിലെ പരീക്ഷ മാറ്റിയിരിക്കുന്നത്. ഇനി നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം, 9ാം ക്ലാസ്സിലുള്ള സാമൂഹ്യ ശാസ്ത്രം മാർച്ച് 18ലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. 18 മോർണിംഗിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 25ലെയും 27ലെയും പരീക്ഷകൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഡേറ്റും സമയവും ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സോ പുതിയ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പഠിക്കുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എക്സാംസ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ. ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ന്യൂസും അതുപോലെ തന്നെ എക്സാം ഓറിയന്റഡ് കോണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.